അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പോക്ക് പള്ളിയിലോട്ടാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയിലാണ് ഞങ്ങൾ പള്ളിയിൽ പോയത്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ. അവിടെ അടുത്ത് 2 പള്ളികളുണ്ട്. അപ്പോൾ അതിൽ ഒരു പള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കയറി പോവുകയെ. കാരണം അത്രയ്ക്ക് സെറ്റപ്പിലാണ് കേട്ടോ. കളർഫുള്ളായിട്ടാണ് കേട്ടോ അവർ ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ എന്ത് നല്ല ഭംഗിയാണെന്ന്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ അവർ കവറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആൾക്കാർ കുറവാണ്. ക്രിസ്മസിൻ്റെ അന്ന് ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ കൂടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ആൾക്കാരെ കൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു എൻട്രൻസിൽ തന്നെ വലിയൊരു സാന്റാക്ലോസ് ഉണ്ട് കേട്ടോ. അവിടുന്ന് കുഞ്ഞുങ്ങൾ 2 പേരും മക്കൾ 2 പേരും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി കേട്ടോ, പള്ളിയുടെ ഉള്ളിലോട്ട്. അവിടെ എൻട്രൻസിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തൊപ്പി വരുമ്പോഴേ കൊണ്ടുവന്നു. എനിക്കറിയാം ഇവർക്ക് അവിടെ എത്തുമ്പോഴേക്ക് ഈ സാൻഡയുടെ ഈ തൊപ്പി ആവശ്യമുണ്ടാവുന്നത്. അങ്ങനെ ബാഗിൽ കരുതിയുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും മണിക്കുട്ടി ചോദിച്ചു തൊപ്പിയിട് ഞങ്ങൾക്കും വേണം തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ബാഗിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കസേരയൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ അന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കേ. അപ്പോൾ ഇവിടെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് കളർഫുള്ളാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ. പിന്നെ ഒരു പുരോഹിതൻ ബൈബിൾ ആയിരിക്കണം വായിക്കുന്നുണ്ടാവുന്നത്. എനിക്കറിയില്ല എന്താ വായിക്കുന്നതെന്ന്. അവരുടെ എന്തെങ്കിലും ദൈവഹിതമായിട്ടുള്ള എന്തെങ്കിലും ബുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം ചായയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് സൂപ്പായിരുന്നു. അങ്ങനെ സൂപ്പ് ഒക്കെ കഴിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. സ്വെറ്ററൊന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ തലേന്നുള്ള രാത്രി.